ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ മലേഷ്യ ആണ് കേട്ടോ. ഇപ്പം 10 മണി 10:30 കണ്ടൊക്കെ ആയിട്ടുണ്ട്. നല്ലോണം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കപ്പ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കാൻ ഒരു മൂഡില്ല. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇൻഫിനിറ്റി പൂളുണ്ട് മുകളിൽ, അപ്പം അവിടെ പൂളിൽ പോയി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വന്ന് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. അപ്പം അതിന് മുന്നേ നമ്മൾ തായ്ലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പം മേടിച്ചൊരു കേക്കാണ് കേട്ടോ. ഇതെന്തോ ഒരു ട്രഡീഷണൽ സാധനമാണ്. ഫോയ്ത്തോങ് എന്ന് പറയുന്നൊരു സാധനമാണ് ഈ ഓറഞ്ച് കളറിൽ ഈ പുറമേ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിക്കുന്ന ഒരു കേക്കാണ് ഇത്. അപ്പം ഇത് കഴിച്ചിട്ട് നമുക്ക് ഇൻഫിനിറ്റി പൂളിൽ പോവാം. എന്നിട്ട് ഞാൻ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഭയങ്കര രസമാണ് ഈ റൂം. അപ്പം ഈ റൂമും ഹോട്ടലും ഒക്കെ ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. നമ്മളിപ്പോൾ 36 ഫ്ലോറിലെങ്ങാണ്ടോ ഉള്ളത്. ടോട്ടൽ 37 ഫ്ലോർ 38 വരെയുണ്ട്. 37ലാണ് പൂൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പൂളിൽ പോയി കുളിച്ചതിന് ശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് 12 മണിക്ക് നമ്മൾ ചെക്കൗട്ടാണ്. ചെക്കൗട്ട് ചെയ്തിട്ടേ ഞങ്ങൾ പുറത്തിന് സ്ഥലമൊക്കെ കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി പൂളിലോട്ട് പോകേണ്ട വഴിയാണ് കേട്ടോ. ഇത് ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈവൻ ഹോട്ടലായിട്ട് പോലും എനിക്ക് കൈൻഡ് ഓഫ് ഒരു നല്ല വൈബ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ പോകണമെങ്കിൽ ഡ്രസ് കോഡ് ഉണ്ട്. നമുക്ക് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ പൂളിൽ ഇറങ്ങാവുള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഈ ഡ്രസ്സിൽ ഇറങ്ങാൻ പറ്റത്തില്ല, പോയി ചേഞ്ച് ചെയ്തിട്ട് വരാൻ. അങ്ങനെ ഞങ്ങളിപ്പോൾ റൂമിൽ പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്നാണ് പ്ലാൻ. എന്നിട്ട് പൂളിൻ്റെ അവിടെയൊക്കെ കാണിച്ചു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. 37 അല്ലേ ഇൻഫിനിറ്റി പൂൾ വരിക. അപ്പോൾ 37 ഇൻഫിനിറ്റി പൂൾ വരിക. അപ്പോൾ 36 ആണ് ഞങ്ങളുടെ റൂം വരുന്നത്. അപ്പോൾ ഞങ്ങൾ 36 വേണ്ടിയിട്ട് ആ ബട്ടൺ അമർത്തിയിട്ടുണ്ട്. ഡയറക്റ്റ് താഴെ 4th ഫ്ലോറിൽ വന്നു. അവിടെ ആ ലോബി ഇവിടെ വന്നു. എന്തോ ഫയറിൻ്റെ എന്തോ സീൻ നടക്കുന്നു. അപ്പോൾ ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്തൊക്കെയോ ഇവിടെ സീൻ നടപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളടുത്ത് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഹോട്ടൽ എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കൊണ്ട് കോയി ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പോണ്ടായത്. ഇതിനകത്ത് ഒത്തിരി കോയി ഫിഷ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പച്ചപ്പ് അവർ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് വാക്ക് ചെയ്യാൻ വേണമെങ്കിൽ. ഇന്നലെ ഇവിടെ മൊത്തം ഫിഷ് ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്നില്ല സംഭവം. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ പോണ്ടിലോട്ട് പോയിക്കൊണ്ട് ദേ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരെല്ലാം. നല്ല വലിയ അത്യാവശ്യം നല്ല ഇച്ചിരി വലിയ കോയി ഫിഷാണ് ഉള്ളതിനകത്ത്. ഇത്രയും ഹൈറ്റ് ഉണ്ട് ഈ ഹോട്ടലിന്. ഇത് ഏത് ഹോട്ടലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പർ വ്യൂ റിഗാലിയ ഹോട്ടലാണ് കേട്ടോ. മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ഒരെണ്ണമാണ് കേട്ടോ ഇത്. ഭയങ്കര നല്ല വ്യൂ ആണ് ഇവിടെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. ഇതിൻ്റെ മുകളിൽ നിന്നാൽ മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള സംഭവമല്ലേ ട്വിൻ ടവറും KL ടവറൊക്കെ, അതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ റൂമിൻ്റെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണാം. ഫിഷസ് എല്ലാം അത് ഇങ്ങ് വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ താഴെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ബില മാർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിനകത്ത് തന്നെ. പിന്നെ റെസ്റ്റോറൻറ്റ് 2-3 ഉണ്ട്. മുകളിലൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ്. നമുക്ക് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല, ജസ്റ്റ് നമുക്ക് വാച്ച് ചെയ്യാം ഈ മീനൊക്കെ എങ്ങനെ കഴിക്കുന്നത്, അത്രേ ഉള്ളൂ. കണ്ടോ, അത്യാവശ്യം നല്ല വലിയ ഫിഷസൊക്കെ അതിനകത്തുള്ള. നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ നടക്കാൻ പറ്റും കേട്ടോ. അങ്ങോട്ടേക്കൊന്ന് പോവാം. ഇപ്പം രാവിലെ ആയതുകൊണ്ട് അവരവിടെ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഇവിടെ ഫ്രണ്ടിലായിട്ടും ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് കാർ പാർക്കിംഗ്. അവിടെ നമ്മുടെ ഈ ഊബറൊക്കെ ബുക്ക് ചെയ്യുമ്പോഴത്തേനും പിക്കപ്പ് ചെയ്യുന്ന സ്ഥലം. സ്മോക്കിംഗ് ഏരിയ അവിടെ കേട്ടോ. നമ്മുടെ റൂമിൽ നമുക്ക് സ്മോക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ വിൻഡോ ഒക്കെ തുറന്ന് വേണമെങ്കിൽ സ്മോക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള അവരൊക്കെ സ്മോക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതിനകത്തൂടെ നമുക്ക് നടക്കാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ഒറിജിനൽ ആയിട്ട് തോന്നില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് എഫക്റ്റാണ്, പക്ഷെ ഇത് ഒറിജിനലാണ്. ശരി, കാണുമ്പോൾ ഒരു നാച്ചുറൽ ഫീലിംഗ് ഇല്ല, പക്ഷേ ഒറിജിനൽ സാധനമാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഷൈനിങ് ഉണ്ട് ഇതിന്. ഫിഫ്ത്ത് ഫ്ലോറാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. അവിടെയും ഇതേ കണക്ക് ചെടിയൊക്കെ ഉണ്ട്. അവിടെയും പൂളുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് പൂളായിരിക്കും.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ 27 ഫ്ലോറിൽ അല്ല 37 ഫ്ലോറിൽ ഇൻഫിനിറ്റി പൂൾ. അതാണെങ്കിൽ ഡ്രസ് കോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതാണ് ഞങ്ങളിപ്പോൾ 4th ഫ്ലോറിലെ ലോബിയിൽ നിൽക്കുന്നത്. എന്താ പ്രശ്നമൊന്നും അറിയത്തില്ല, എന്തോ സീനുണ്ട്, എവിടെയോ ഫയറിൻ്റെ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അതാ ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ലോബിയിലോട്ട് തന്നെ വന്നത്. ഇത് അവിടെയായിട്ട് ജിമ്മുണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് വീണ്ടും ഒരു ചെറിയൊരു മാർട്ട് കണക്കൊരു സാധനമുണ്ട്. ഇതാണ് അപ്പർ വ്യൂ റിഗാലിയ ഹോട്ടലിലെ ഞങ്ങളുടെ റൂം. ഇവിടെയാണ് നമ്മൾ കോലാലംപൂരിൽ താമസിച്ചത്. നേരെ കയറി വരുമ്പോൾ തന്നെ ബാത്റൂമാണ് കേട്ടോ, നോർമൽ ബാത്റൂം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു അലമാര തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ടുണ്ട്, മിനി ഫ്രിഡ്ജ് ഉണ്ട്, ലോക്കറുണ്ട്, പിന്നെ അയൺ ചെയ്യാനായിട്ട് ടേബിളൊക്കെ അവർ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശരിക്കും ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ്, അപ്പം ആകെ മൊത്തം കുളമായിട്ടുണ്ട് റൂം. ഇതാണ് ബെഡ്, പിന്നെ കെറ്റിലൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് കോഫി ടീ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കുടിക്കാം. പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് പെട്രോണ ട്വിൻ ടവറിൻ്റെ വ്യൂ ഉണ്ട്, KL ടവറിൻ്റെയും വ്യൂ ഉണ്ട്, പിന്നെ താഴെ കൂടെ ഉണ്ട് ട്രെയിനൊക്കെ ഓടുന്നുണ്ട്. ഭയങ്കര നല്ല രസമുണ്ട് ഇവിടെ രാവിലെ പിന്നെ രാത്രിയൊക്കെ, അതായത് മറ്റേ സൺസെറ്റിൻ്റെ സൺറൈസിൻ്റെ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇവിടുത്തെ വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ നമ്മുടെ റൂമൊക്കെ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് റൂമൊക്കെ നോർമലാണ്, മെയിനായിട്ട് ആ വ്യൂ ആണ് സൂപ്പർ. ഈ ഹോട്ടൽ എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. മുകളിലെ മറ്റേ ഇൻഫിനിറ്റി പൂൾ ആണെങ്കിലും നമ്മുടെ ലോബി ഏരിയ ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമുണ്ട് കേട്ടോ. ശരിക്കും ഈ ഹോട്ടൽ തന്നെ കാണാൻ കുറേ സമയം വേണം നമുക്ക്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. 12 മണിക്ക് ശരിക്കും നമ്മുടെ ചെക്കൗട്ട് ടൈം. പിന്നെ ഇവിടെ എന്തോ ഫയറിൻ്റെ എന്തോ സംതിങ് നടക്കുമായിരുന്നു നമ്മൾ 36 ഫ്ലോറിൽ. അപ്പോൾ അത് കാരണം നമ്മൾ താഴെ ലോബിയിലൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് 1 മണിയൊക്കെ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. കാരണം നമ്മുടെ സമയം കുറേ വേസ്റ്റ് ആയാലോ അങ്ങനെ. അപ്പോൾ ഇനി എങ്ങോട്ടായതൊന്നും അറിയാൻ മേല. ഇനി ഞങ്ങൾ എയർപോർട്ട് കോലാലംപൂരാണ്, ഇവിടെ നിന്ന് ഇച്ചിരി ദൂരമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് പുത്രജയ ഒക്കെ ഉണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ നമ്മളൊക്കെ അതൊക്കെ കാണാമില്ല എന്നുണ്ടെങ്കിൽ നോക്കട്ടെ, ഒരു പ്ലാനും ഇല്ല. അപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി തീരുമാനിക്കുക അങ്ങോട്ട് പോകാമെന്ന് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്നലെ കപ്പ് നൂഡിൽസ് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാഗിയുടെ ഹോട്ട് കപ്പ് സൂപ്പ് ആയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ആണ്. എനിക്ക് പൊതുവേ കപ്പ് നൂഡിൽസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മൊത്തം പരാജയമാണ്. ഇത് പരാജയമാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പട്ടിണിയായിരിക്കും. ഭയങ്കര ചൂട്, കുഴപ്പമില്ല, വലിയ ഫ്ലേവറും കാര്യങ്ങളൊന്നുമില്ല, കഴിക്കാൻ അത്രേ ഉള്ളൂ. വൃത്തിയായിട്ട ഫ്ലേവറൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ചില കപ്പ് നൂഡിൽസ് ഒക്കെ കൊള്ളത്തില്ലല്ലോ, ഇത് പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ ഹോട്ടലിൻ്റെ താഴെയുള്ളൊരു മാർട്ടാണ് കേട്ടോ, ബില മാർട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എനിക്കാണെങ്കിൽ ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ നോക്കാം കേട്ടോ. എണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം 4, 3, 6 ഒക്കെ കേട്ടോ. നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്ത ചക്ക ഇവിടെ 490 RM. പ്ലംസിനൊക്കെ 16 RM ആണ് കേട്ടോ. പിന്നെ ഇത് ഗോൾഡൻ കിവിയാണേ, ഇതിൻ്റെ ഉള്ളിൽ യെല്ലോ കളർ ഫ്ലഷ് ആയിരിക്കും. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ, കണ്ടോ? ഇത് കണ്ടോ, ഇത് ഒരു ടൈപ്പ് മഷ്റൂമാണ്. ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് തായ്ലൻഡിലും കിട്ടും, ഇവിടെയും കിട്ടും. അത് ഇവിടുത്തെ ഒരു ഡിഷാണ് കേട്ടോ, ഇത് ഫ്രൈ ചെയ്തിട്ടുള്ള.
പിന്നെ ലോങ്ങനുണ്ട്. ലോങ്ങന് 430 RM. അയ്യോ, ഇത് ലോങ്ങനല്ല, ഇത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് മഷ്റൂമാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ലോങ്ങനാണെന്ന് വിചാരിച്ചത്. ആ ചില്ലീസും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ബനാനാസാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ ചിപ്സാണ്, പൊട്ടറ്റോ ചിപ്സും അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെല്ലാം 5 RM ഒക്കെ കേട്ടോ. ഇത് പിന്നെ ഫ്രോസൺ ഫുഡാട്ടോ, നമുക്കിവിടെ ഹീറ്റ് ചെയ്ത് തരുമെന്ന് എൻ്റെ തോന്നൽ. പിസ്സാസ് ഒക്കെ ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ട്. കോഫി പൗഡർ കണ്ടോ, കോഫി പൗഡർ. ഇത് ജെല്ലീസ് ആണ്, ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന ജെല്ലീസ്. മിലോയുടെ സീരിയൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. 170 ആട്ടോ, 1.70. മൈലോ അല്ലേ, മിലോ അല്ല, മൈലോ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഇവിടെ ഐസ്ക്രീമിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. വെരി ബെസ്റ്റ്. ഓക്കെ, ഇത് ചോക്ലേറ്റിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഡയറി മിൽക്കിൻ്റെയൊക്കെ പല വേരിയേഷനും ഇവിടെ ഉണ്ട്. കോൺഫ്ലേക്സ് എന്ന് പറഞ്ഞിട്ട് ഗോൾഡിൻ്റെ 2.90 RM. ദുരിയൻ വൈറ്റ് ചോക്ലേറ്റ്, ദുരിയൻ്റെ ചോക്ലേറ്റ് ഉണ്ടോ? ഇതിന് 9.90 RM. ഞാനേ ബൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുത്തോട്ടോ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സ്ക്വയറിലെ ബൈറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐസ്ക്രീം ആയിരിക്കും. വാനില, ടോഫി ആൻഡ് കാരമൽ ഫ്ലേവറാണ് കേട്ടോ. സ്ട്രൈറ്റ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 4 ബൈറ്റ്സ് ആയിട്ടാണുള്ളത് കേട്ടോ. കൊള്ളാം. ഇനി ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിലോട്ടാട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഗ്രാബ് ബുക്ക് ചെയ്തു. 25 RM ആയി. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 500 റുപ്പീസിന് അടുത്ത് വരെ 2.5 കിലോമീറ്ററിന്. ഭയങ്കര കത്തിയാണ് കേട്ടോ, ഭയങ്കര കത്തി. നമുക്ക് ഗ്രാബ് വരാനായിട്ട് കുറേ സമയം എടുത്തിട്ടോ. അങ്ങനെ ഫൈനലി പുള്ളിക്കാരൻ വന്നു. അപ്പോൾ സെൻട്രൽ മാർക്കറ്റിലോട്ട് പോകുന്ന പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഹോട്ടാണ് പുറത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി സെൻട്രൽ മാർക്കറ്റിലോട്ട് പോകുന്നത് ഇപ്പോൾ നല്ല ഐഡിയ അല്ലാന്ന്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. അപ്പം എന്തായാലും സെൻട്രൽ മാർക്കറ്റിലൂടെ എന്തെങ്കിലും കാണാം. എന്നിട്ട് അവിടെ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. എനിക്ക് രാവിലെ കഴിച്ച നൂഡിൽസ് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ ഇച്ചിരിയേ കഴിച്ചുള്ളൂ. നല്ല കണക്ക് വയറ് നിറയെ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്.